ഉദ്ഘാടനം കഴിഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിന്റെ ആഘോഷത്തിലാണ് കോഴ നിവാസികൾ. 1.5 പതിറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് കോഴ ജംഗ്ഷൻ വികസനത്തിന് തുടക്കമാകുന്നത്. ഇടത് വലത് മുന്നണി സർക്കാരുകൾ മാറി മാറി അധികാരത്തിൽ വന്നപ്പോഴും കോഴ ജംഗ്ഷൻ വികസനം സംബന്ധിച്ച് പ്രഖ്യാപനങ്ങൾക്കപ്പുറം കാര്യമായ മുന്നേറ്റം നടത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോൾ UDF സർക്കാരിന്റെ നേതൃത്വത്തിൽ മോൻസ് ജോസഫ് MLA ശ്രമഫലമായാണ് കോഴ ജംഗ്ഷൻ വികസനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കോഴ ജംഗ്ഷനിലെ അപകടവളവ് നിവർത്തുന്നതാണ് പ്രധാനമായും വികസനത്തിന്റെ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്നത്. കോഴായിലെ സംസ്ഥാന സീഡ് ഫാമിന്റെ സ്ഥലം ഇതിലേക്കായി വിട്ടു നൽകുന്നതിൽ ധാരണയായതോടെയാണ് വികസന പരിപാടികൾക്ക് തുടക്കമിടാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം വികസന പരിപാടികളുടെ ഉദ്ഘാടനം മോൻസ് ജോസഫ് MLA നിർവഹിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ കഴിഞ്ഞു എന്നത് വേറിട്ട വികസന പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കുന്നതും നാടിന് കഴിഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാന സീഡ് ഫാം വിട്ടു നൽകിയ സ്ഥലം പൂർണ്ണമായി ഏറ്റെടുത്ത് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. സംസ്ഥാന സീഡ് ഫാമിന്റെ ഉടമസ്ഥരുള്ള സ്ഥലത്തെ കിണർ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടായിരിക്കും വികസന പ്രവർത്തനങ്ങൾ നടക്കുക. ഇപ്പോൾ നടക്കുന്ന വികസനത്തിലൂടെ അപകടവളവ് നിവരും എന്നതിനപ്പുറം കാര്യമായ നേട്ടമില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്നാൽ MC റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കോഴ ജംഗ്ഷൻ ഉണ്ടാകുവാൻ പോകുന്ന വികസനം വളരെ വലുതാണ്. മാസങ്ങളിൽ തന്നെ ഇതിന് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷം ഇപ്പോൾ തന്നെ നാട്ടുകാരിൽ പ്രകടമാണ്. രാവിലെ തന്നെ പണി ആരംഭിച്ചിട്ടുണ്ട്. ഇത് എത്രയും വേഗം നാളെ JCB മണ്ണ് മാറ്റാൻ തുടങ്ങും. എത്രയും വേഗം വർക്ക് പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. മരങ്ങളിലെല്ലാം ചെയ്ത് മരം വെട്ടി മാറ്റുന്ന പ്രവർത്തനമാണ്. എത്രയും വേഗത്തിൽ ഇത് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതാണ്.